നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബനു ഇസ്രായേലിൽ സംഭവിച്ച ഒരു കഥയാണ്. മാലാഖമാർ പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്ന് ഒരു കുഷ്ഠരോഗിയുടെ മുന്നിൽ, ഒരു അബ്റസ്വിൻ്റെ മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഒരു കഷണ്ടിത്തലയൻ്റെ മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഒരന്ധൻ്റെ മുന്നിലും മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. കുഷ്ഠരോഗിയോട് മാലാഖ ചോദിച്ചു, എന്താ വേണ്ടത്? കുഷ്ഠരോഗി പറഞ്ഞു, എൻ്റെ ഈ കുഷ്ഠരോഗം ബാധിച്ച സ്കിന്നിന് പകരം നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള തിളങ്ങുന്ന ചർമ്മം എനിക്ക് വേണം, സൗന്ദര്യം വേണമെന്ന് പറഞ്ഞു. മാലാഖ അയാൾക്കത് കൊടുത്തു. പിന്നീട് തനിക്ക് ഇഷ്ടപ്പെട്ട ആടുമാടുകളെയും കൊടുത്തു. അങ്ങനെ അദ്ദേഹം ധനികനായി മാറി. പിന്നീട് ഒരു കഷണ്ടിത്തലയനോട് മാലാഖ ചോദിച്ചു, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത് എൻ്റെ ഈ കഷണ്ടിയിൽ നല്ല സമൃദ്ധമായ മുടി വേണം. അതും മാലാഖ കൊടുത്തു. പിന്നീട് അയാൾക്ക് എത്ര സമ്പത്ത് വേണോ ജീവിക്കാൻ, മൃഗങ്ങൾ വേണോ, അതൊക്കെ കൊടുത്തു. പിന്നീട് ഒരു അന്ധൻ്റെ അടുത്ത് വന്നു, എന്താണ് താങ്കൾക്ക് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കണ്ണുകൾ വേണം ഈ സുന്ദരമായ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ. അത് മാലാഖ കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സ്വത്തുക്കളും മൃഗങ്ങൾ കൊടുക്കുകയാണ്, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. ഇവർ സമ്പന്നരായി ഇങ്ങനെ ജീവിക്കുമ്പോൾ വീണ്ടും മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത്തവണ മാലാഖ പ്രത്യക്ഷപ്പെട്ടത് ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലാണ്. അദ്ദേഹം ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വന്നു. ഓരോ ആളുകളോടും ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹു തന്ന സ്വത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും തരുമോ? പക്ഷേ ആരും ഇദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധനായില്ല, അന്ധനായ മനുഷ്യനൊഴികെ. അവരൊക്കെ പറഞ്ഞു, ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇത് ഞങ്ങൾ സമ്പാദിച്ചതാണ്. പക്ഷേ അന്ധനായ ആ വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും എൻ്റെ ഈ മുതൽ നിന്ന് എടുത്തുകൊള്ളുക. അപ്പോൾ അന്ധന് വേണ്ട എല്ലാ സൗകര്യങ്ങളും മാലാഖ ചെയ്തു കൊടുത്തു. ബാക്കിയുള്ള കഷണ്ടിക്കാരനെയും അതുപോലെ തന്നെ കുഷ്ഠരോഗം ബാധിച്ച ആളെയും പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മാറ്റുകയും ചെയ്തു.